ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ, സർക്കാർ വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എല്ലാ തകുതികളിൽ നിന്നും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ജയിച്ചു വരുന്ന മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഇന്ത്യയിലെ ലോക്സഭയിലെ പാർലമെന്റിൽ എല്ലാവരും വന്നിരിക്കും. 597 സ്ഥലങ്ങളിൽ നിന്ന് വന്ന എല്ലാ എം പിമാരും വന്നിരിക്കുമ്പോൾ ഫിനാൻസ് മിനിസ്ട്രി പ്രകാരം പറയും, അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, അത് നിങ്ങളെല്ലാം എഗ്രി ചെയ്യുന്നുണ്ടോ, പാസ്സാക്കട്ടെയോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പോളിംഗ് ബൂത്തിൽ പോയി ഇലക്ഷൻ ഇട്ടല്ല പാസ്സാക്കുന്നേ. തൻ്റെ ഫ്രണ്ടിലുള്ള ഡെസ്കിൽ 4 പ്രാവശ്യം അടിക്കും. 1.5 മണിക്കൂർ ഈ മനുഷ്യൻ വെള്ളം പോലും കുടിക്കാതെ വിളിച്ചു പറയുന്ന ബഡ്ജറ്റിന്റെ ഡെസ്കിലടിച്ച് പാസ്സാക്കുക. 148 കോടി ജനത്തിന്റെ ബഡ്ജറ്റിനെ ഡെസ്കിൽ ഇങ്ങനെ 4 പ്രാവശ്യം തട്ടി പാസ്സാക്കാൻ പറ്റുമെങ്കിൽ, തമ്പുരാന്റെ വചനം നിനക്ക് അനുകൂലമായി വെളിപ്പെട്ടാൽ, അതിന് നീ കൈയടിക്കുമ്പോൾ ചില ബഡ്ജറ്റുകൾ പാസ്സാവുകയാ. താങ്കൾ പോലും അറിയാതെ മുടങ്ങിക്കിടന്ന ചില ബഡ്ജറ്റുകൾ പാസ്സായിക്കൊണ്ടിരിക്കുക. മുടങ്ങിക്കിടന്ന ചില ഓർഡറുകൾ പാസ്സാകുന്നു. മുടങ്ങിക്കിടന്ന് തടസ്സമിട്ട് തടസ്സങ്ങൾ വഴി മാറുകയാണ്. വചനത്തിന് മുമ്പാകെ പ്രതികരിക്കുന്നവന് വേണ്ടി പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്.